ദുഹാ നമസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്ത്, 2 റക്അത്താണെങ്കിൽ 2ാമത്തെ റക്അത്ത്, 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 4ാമത്തെ റക്അത്ത്, ഇനി 12 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 12ാമത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ കിടന്നിട്ട് നമ്മൾ യാ വഹാബു യാ അല്ലാ യാ വഹാബു യാ അല്ലാ യാ വഹാബു യാ അല്ലാ എന്നിങ്ങനെ ആവർത്തിച്ച് 11 പ്രാവശ്യമോ അല്ലെങ്കിൽ 33 പ്രാവശ്യമോ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ബറക്കത്തിന്റെ ഐശ്വര്യത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കുന്നതാണ്. മാത്രമല്ല ജനങ്ങളുടെ ഹൃദയത്തിൽ അവനോട് ആദരവും അതുപോലെ ദയയും ബഹുമാനവും അല്ലാഹു ഇട്ടുകൊടുക്കുന്നതാണ്. മാത്രമല്ല മൂന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യത ഉള്ളവനായി ഇവൻ മാറുന്നതുമാണ്. എപ്പോഴാണ്? ദുഹാ നമസ്കാരം. ഏത് നമസ്കാരത്തിലും പറയാം, പക്ഷെ ഇവിടെ മഹത്തുക്കൾ പറയുന്നത് ദുഹാ നിസ്കാരത്തിലാണ്. ദുഹാ നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ യാ വഹാബ് യാ അല്ലാഹ് എന്ന് പറ്റുന്നത് പോലെ 1, 2, 3, 4 എത്രയാണോ നമുക്ക് പറ്റുന്നത് അത്രയും പെട്ടെന്ന് നമ്മളത് പറഞ്ഞാൽ യാ വഹാബ് യാ അല്ലാഹ്. ാണോ നമ്മൾ ദുഹാ നിസ്കരിക്കുന്നത്